Clear on greatest common divisor. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താണെന്ന് നമുക്ക് പറയാം. ഒപ്പം തന്നെ GCD അഥവാ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു അൽഗോരിതവും നമുക്ക് പരിചയപ്പെടാം. See the concept. Let a comma b be any two integers, not both are 0. Then the largest positive integer that divides both a and b is called the greatest common divisor, or GCD of a and b, and is denoted by pair AB or by writing GCD of AB. Thus D equal to GCD of AB if and only if the following conditions are satisfied. Condition number 1, D divides A and D divides B. That means D is a common divisor of A and B. Second condition, if D dash divides A and D dash divides B, then D dash must be less than or equal to D. That means if D dash is any common divisor of A and B, then it must be less than or equal to D. എന്താണ് പറയുന്നത്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബി എ കോമൺ ഡിവൈസർ ഫോർ എ ആൻഡ് ബി. നമുക്കൊരു പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് തന്നിട്ടുണ്ട്, എയും ബിയും. നോട്ട് ബോത്ത് ആർ സീറോ എന്ന് പറയുമ്പോൾ രണ്ടുപേരും സീറോ ആകാൻ പാടില്ല എന്നർത്ഥം. ഒരാൾ സീറോ ആയാലും കുഴപ്പമില്ല, പക്ഷേ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സീറോ വരാൻ പാടില്ല. ഓക്കെ, സോ അപ്പോൾ എയുടെയും ബിയുടെയും കോമൺ ഡിവൈസേഴ്സിലെ ഏറ്റവും വലിയ കോമൺ ഡിവൈസർ, അതിനെയാണ് GCD എന്ന് നമ്മൾ പേരിട്ട് വിളിക്കാം. പെയർ എ ബി എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡിനോട്ട് ചെയ്യാം, അതല്ലെങ്കിൽ GCD ഓഫ് എ ബി എന്ന് എഴുതിക്കൊണ്ടും അത് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഡി എന്ന് പറയുന്ന, ഞാൻ GCDയെ ഡി എന്ന് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് ഏതൊക്കെയായിരിക്കും? ഡി കൊണ്ട് എയെയും ബിയെയും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ദാറ്റ് മീൻസ് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി അല്ലേ. ഡി ഒരു കോമൺ ഡിവൈസർ ആയിരിക്കണം എന്നാണ് ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? എയുടെയും ബിയുടെയും വേറൊരു കോമൺ ഡിവൈസർ എടുക്കുക. ഡി ഡാഷ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ബിയെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഡി ഡാഷ് ഈസ് എ കോമൺ ഡിവൈസർ ഫോർ എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ ഈ ഡി ഡാഷും ഡിയും തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കണം? ഡി ഡാഷ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. അപ്പോഴാണ് അത് ഡി ഗ്രേറ്റസ്റ്റ് എന്നുള്ള ഒരു മീനിങ് വരണമെങ്കിൽ രണ്ടാമത്തെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഐഡിയ ഓഫ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. GCD എന്നുള്ള പേരും നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നായിരിക്കും നമ്മൾ ചെറുപ്പകാലങ്ങളിൽ കേട്ടിട്ടുണ്ടാവുക. എനിവേ, എങ്ങനെയാണ് അപ്പോൾ GCD കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് കൺസിഡർ ടു നമ്പേഴ്സ് 6 and 28. ഓക്കെ, എനിക്ക് GCD ഓഫ് 6 and 28 കമ്പ്യൂട്ട് ചെയ്യണം. ഡെഫിനേഷൻ അനുസരിച്ച് കോമൺ ഡിവൈസേഴ്സിലെ ഏറ്റവും വലുതിനെയാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത്. സോ ഫോർ ദാറ്റ് I will write divisors of 6 and divisors of 28. Okay, positive divisors of 6 നമുക്ക് എഴുതാം. പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 6 ആരൊക്കെയാണ്? 6ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് നമുക്കറിയാം. 1 into 6 6 ആണ്. അതുപോലെ 2 into 14 1 into 6 and 2 into 3. ഓക്കെ, 2 into 14 അല്ല, 28 അല്ല, നമ്മൾ 6 ആണല്ലോ ഇവിടെ പരിഗണിക്കുന്നത്. 2 into 3. ഓക്കെ, അടുത്തത് 3 into 2, അതിവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ 4 6ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ്. ഓക്കെ, അതുപോലെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 28 നമുക്ക് എഴുതാം. പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 28 ഏതൊക്കെ വരും? 1 into 28 28 ആണ്. സോ 1ഉം 28ഉം ഫാക്ടേഴ്സാണ്, ഡിവൈസേഴ്സാണ്. നെക്സ്റ്റ് 2 into 14, അപ്പോൾ 2 and 14. നെക്സ്റ്റ് 3 into വരില്ല. അതുപോലെ 4 into 7 വരും അല്ലേ, 4 into 7. 5 into വരില്ല, 6 into വരില്ല, 7 into 4 അതിവിടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ കഴിഞ്ഞു. ഇത്രയാണ് 28ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ഡിവൈസേഴ്സിനെ മാത്രം ലിസ്റ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് ഡിവൈസേഴ്സിനെയും ഇവിടെ ലിസ്റ്റ് ചെയ്യാം, പക്ഷേ GCD എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് വൺ. ഓക്കെ, കോമൺ ഡിവൈസേഴ്സിലെ ഏറ്റവും വലുതാണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, സോ GCD എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അത് ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻറ്റിജേഴ്സ് 28ഉം 6ഉം നെഗറ്റീവ് ഇൻറ്റിജേഴ്സാണ് എടുക്കുന്നതെങ്കിൽ പോലും അവരുടെ GCDയും എന്ത് തന്നെ വരുള്ളൂ? പോസിറ്റീവ് തന്നെ വരുള്ളൂ. അപ്പോൾ GCD ഇവാലുവേഷനിൽ നമുക്ക് സൈൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സൈൻ ഒമിറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് GCD കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 6ൻ്റെയും 28ൻ്റെയും ഇൻഡിവിജ്വൽ ഡിവൈസേഴ്സ് അഥവാ ഫാക്ടേഴ്സ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ഡിവൈസേഴ്സ് ഓർ കോമൺ ഫാക്ടേഴ്സ് ഒന്ന്
മാർക്ക് ചെയ്യാം. സോ ഇവിടെ വൺ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതെല്ലായ്പ്പോഴും ട്രൂ ആയിരിക്കും. വൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഡിവൈസർ ആണല്ലോ. അതുകൊണ്ട് തന്നെ GCD കമ്പ്യൂട്ടേഷനിലെ കോമൺ ഡിവൈസേഴ്സ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്നത് വൺ തന്നെയായിരിക്കും. അതൊരു കോമൺ ഡിവൈസർ ആയിരിക്കും. നെക്സ്റ്റ് കോമൺ ഡിവൈസർ വരുന്നത് ടു കോമൺ ഡിവൈസറായിട്ട് വരുന്നുണ്ട്. വേറെ ആരും വരുന്നില്ല. സോ കോമൺ ഡിവൈസേഴ്സ് ആർ, what are the common devices? Common devices are 1 and 2. Okay, so what is the greatest? 2 is the greatest. So this is the GCD. Therefore GCD of these two numbers 6 and 28 equal to 2, because 2 is the greatest among the common devices. Okay, ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. what is GCD of 10 and 21? Okay, നമുക്ക് നോക്കാം. 10ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സ് ആരൊക്കെയാണ്? പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 10 ആർ 1 ഇൻറ്റു 10 അല്ലേ, പിന്നെ 2 ഇൻറ്റു 5, 3 ഇൻറ്റു ഇല്ല, 4 ഇൻറ്റു ഇല്ല, 5 ഇൻറ്റു 2. അപ്പോൾ എല്ലാം ലിസ്റ്റഡ് ആയി. ഓക്കെ, പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 21, പോസിറ്റീവ് ഡിവൈസേഴ്സ് ഓഫ് 21 ഏതൊക്കെ വരും? 1 ഇൻറ്റു 21, 2 ഇൻറ്റു ഇല്ല, 3 ഇൻറ്റു 7, ഓക്കെ, 4 ഇൻറ്റു ഇല്ല, 5 ഇൻറ്റു ഇല്ല, അങ്ങനെ 6 ഇൻറ്റു പറയാൻ പറ്റില്ല, 6 ഡിവൈസർ അല്ല, 7 ഇൻറ്റു 3 അതിവിടെ ഓൾറെഡി ലിസ്റ്റഡ് ആയി. അപ്പോൾ 21ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സും എഴുതി. വാട്ട് ആർ ദി കോമൺ ഡിവൈസേഴ്സ്? കോമൺ ഡിവൈസേഴ്സ് ആർ, കോമൺ ഡിവൈസേഴ്സ് നോക്കൂ, 1 മാത്രമേ വരുന്നുള്ളൂ അല്ലേ. സോ 1. സോ വാട്ട് ഈസ് GCD ഓഫ് 10 ആൻഡ് 21 ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇവിടെ GCD 10ൻ്റെയും 21ൻ്റെയും GCD 1 ആണ്. ഇനി GCD 1 ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയും. ഇവിടെ നോക്കൂ, 10ഉം 21ഉം ഇൻഡിവിജ്വലി പ്രൈം നമ്പേഴ്സ് അല്ല, അത് നമുക്കറിയാം. അവർ രണ്ടുപേരും കോമ്പോസിറ്റ് ഇൻഡിജേഴ്സാണ്. കാരണം പോസിറ്റീവ് ഡിവൈസേഴ്സ് 1 അല്ലാത്ത വേറെ പ്രോപ്പർ ആയിട്ടുള്ള ഡിവൈസേഴ്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ 10ഉം 21ഉം കോമ്പോസിറ്റ് ആണ്, പ്രൈം അല്ല. പക്ഷേ 10ഉം 21ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, ബിക്കോസ് ദെയർ GCD ഈസ് 1. അപ്പോൾ GCD 1 ആയിട്ടുള്ള പെയർ ഓഫ് നമ്പേഴ്സിനെ നമ്മൾ റിലേറ്റീവ്ലി പ്രൈം ഇൻഡിജേഴ്സ് എന്ന് പേരിട്ട് വിളിക്കും. So here is the definition of relatively prime integers. Two positive integers a and b are said to be relatively prime if GCD of a and b equal to 1. Example, നമുക്ക് പറയാം 10 and 21 are relatively prime. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിലൂടെ കണ്ടതാണ്. ഇതുപോലെ ഇഷ്ടം പോലെ പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി GCD കമ്പ്യൂട്ട് ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് പ്രൊസീജിയറാണ് യൂക്ലിഡിയൻ അൽഗോരിതം. അതെന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. യൂക്ലിഡിയൻ അൽഗോരിതം the Euclidean algorithm to compute GCD of two positive integers. See the Euclidean algorithm. Let a comma b be two positive integers with a greater than or equal to b. നമ്മൾ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എടുക്കുന്നു. നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്തു, GCD കണ്ടുപിടിക്കാൻ നമുക്ക് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ കൺസിഡർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നെഗറ്റീവ് ഇൻറ്റിജേഴ്സാണ് നമുക്ക് തന്നതെങ്കിൽ പോലും നമുക്കതിൻ്റെ സൈൻ കളഞ്ഞുകൊണ്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് കൺസിഡർ ചെയ്താൽ മതിയാകും. അപ്പോൾ എയും ബിയും തമ്മിൽ ഒരു ഓർഡർ റിലേഷൻ ഉണ്ടാവും. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിരിക്കും. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, യൂക്ലിഡിയൻ അൽഗോരിതം പറയുന്നത് ഇതിൽ സ്മോളർ അബ്സല്യൂട്ട് വാല്യൂ ഉള്ള നമ്പർ കൊണ്ട് ലാർജർ നമ്പറിന് ഡിവൈഡ് ചെയ്യാം. അതായത് എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിവിഷൻ അൽഗോരിതം പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. Q1 എന്ന് പറയുന്നത് ബി കൊണ്ട് എയെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റും R1 ഈസ് ഇറ്റ്സ് റിമൈൻഡർ. സോ കോഷ്യൻ റിമൈൻഡർ ഫോർമാറ്റിൽ എഴുതുമ്പോൾ എ ഈക്വൽ ടു Q1 ടൈംസ് ബി പ്ലസ് R1, വേറെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 ലെസ് ദാൻ ബി എന്ന് എഴുതാം. ഇതിൽ ചിലപ്പോൾ നമുക്ക് ഈ R1 എന്ന് പറയുന്നത് 0 ആയിട്ട് വരാം. R1 0 ആയിട്ട് വരുന്നത് എപ്പോഴാണ്? ബി എയുടെ ഡിവൈസർ ആകുമ്പോഴാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ബി ഈസ് എ GCD ഓഫ് എ ബി എന്ന് കൺക്ലൂഡ് ചെയ്യാം. കാരണം ബി കൊണ്ട് എയെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പാണ് GCD എന്ന് പറയുന്നത് ബി ആയിരിക്കും. ഓക്കെ, അതർവൈസ് R1 0 അല്ലെങ്കിലോ? R1 0 അല്ലെങ്കിൽ ഈ R1 കൊണ്ട് ബിയെ ഡിവൈഡ് ചെയ്യാം. അതായത് R1ഉം ബിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ R1 ആണ് സ്മോളർ ദാൻ ബി. ഓക്കെ, അപ്പോൾ ബി എ R1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വി ഗെറ്റ് കോഷ്യൻ റിമൈൻഡർ ഫോം ബി ഈക്വൽ ടു Q2 ടൈംസ് R1 പ്ലസ് R2, വേറെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R2 ലെസ് ദാൻ R1. ഇവിടെ ഈ R2 എന്ന് പറയുന്ന റിമൈൻഡർ ചിലപ്പോൾ 0 വരാം. 0 വരികയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇഫ് R2 ഈക്വൽ ടു 0 then we stop and write GCD of AB equal to R1. Otherwise means if R2 not equal to 0, repeat the above process with R1 and R2. We get the following scheme. ഇങ്ങനൊരു സ്കീം നമുക്ക് കിട്ടും. അതായത് ആദ്യം നമ്മൾ എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടി. അതിൽ ഫസ്റ്റ് റിമൈൻഡർ R1. ഇനി R1 0 അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ബിയെ R1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ക്വോഷ്യൻ്റ് റിമൈൻഡർ ഫോമിൽ എഴുതാം. R2 0 അല്ലെങ്കിൽ വീണ്ടും R1 R2 കമ്പയർ ചെയ്യുമ്പോൾ R1 ഈസ് ബിഗർ ദാൻ R2. അപ്പോൾ R1നെ R2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. ഇതിവിടെ R3 0 അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, R3യെ R2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് എന്തായിട്ട് വരും, ആ റിമൈൻഡർ 0 ആയിട്ട് വരുന്നൊരു സിറ്റുവേഷൻ വരും. കാരണം എന്താണ് നോക്കൂ, ഈ റിമൈൻഡർ സീക്വൻസ് എന്ന് പറയുന്ന R1 R2 R3 എന്ന് പറയുന്ന ആ റിമൈൻഡർ സീക്വൻസ് ദാറ്റ് ഈസ് എ ഡിക്രീസിങ് സീക്വൻസ്. നോക്കൂ, R1 പിന്നെ R2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്മോളർ ദാൻ R1. ഓക്കെ, R3 ഈസ് സ്മോളർ ദാൻ R2, R4 ഈസ് സ്മോളർ ദാൻ R3 ആൻഡ് സോ ഓൺ. അപ്പോൾ ഈ R1 R2 R3 എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ദേ ആർ നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് ദേ ആർ ഡിക്രീസിങ്. അപ്പോൾ കുറഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ നെഗറ്റീവ് നമ്പേഴ്സ് കുറഞ്ഞ് വരികയാണെങ്കിൽ എവിടം വരെ വരികയുള്ളൂ, 0 വരെ വരികയുള്ളൂ. അപ്പോൾ ഈ സ്കീം എന്ന് പറയുന്നത് ഇത് ടെർമിനേറ്റ് ചെയ്യും, ഒരു സ്റ്റേജിലെത്തുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ 0 റിമൈൻഡറിനെ കാണും. അതാണ് ഇവിടെ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 0 റിമൈൻഡറിനെ കാണുന്ന ആ സിറ്റുവേഷൻ, ഓക്കെ, ആ സിറ്റുവേഷനിൽ എങ്ങനെ എപ്പോഴാണ് വന്നത്, ഈ Rn+1 കൊണ്ട് Rnനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. Rn+1 കൊണ്ട് Rnനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഗോരിതം നമ്മളോട് പറയുന്നത് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന GCD എന്ന് പറയുന്നത് ഈ റിമൈൻഡറാണ്, Rn+1 ആണ്. ഓക്കെ, then we conclude that, okay, we observe that, okay, we can observe that from this scheme, from the above scheme, we can observe that the sequence of remainders ഏതാണ് സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ്, R1 അല്ലേ, R1 ഗ്രേറ്റർ ദാൻ R2 അല്ലേ, R1 ഗ്രേറ്റർ ദാൻ R2, R2 ഗ്രേറ്റർ ദാൻ R3, എറ്റ്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. ദ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് ഈസ് ഡിക്രീസിങ്. ഓക്കെ, ഈസ് ഡിക്രീസിങ്. therefore it must terminate at some stage and become 0. okay, and become 0. ഇവിടെ ഏതാണ് 0 റിമൈൻഡർ ആയിട്ട് വരുന്നത്, എത്രാമത്തെ സ്റ്റേജിലാണ്, nth സ്റ്റേജിൽ, അതായത് Rn+2 ആണ് അല്ലേ. Rn+1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആയിട്ട് പോകുന്നുണ്ട്, റിമൈൻഡർ 0 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. സോ ഫൈനലി വി കൺക്ലൂഡ് ദാറ്റ് ദിസ് Rn+1 will be the GCD. We conclude by the Euclidean algorithm, that the last positive remainder ഇവിടെ ആരാണത്, here it is Rn+1. okay, here it is Rn+1 is the required GCD. That is GCD of AB equal to Rn+1. okay, സോ ഇതാണ് GCD കണ്ടുപിടിക്കാനുള്ള യൂക്ലിഡ് സജസ്റ്റ് ചെയ്തിട്ടുള്ള അൽഗോരിതം. അപ്പോൾ ഇവിടെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് പറയണം. ഓക്കെ, ഇവിടെ എയും ബി ഒക്കെ മാറി ഇപ്പോൾ നമ്മൾ റിമൈൻഡറിലേക്കാണ് നോക്കുന്നത്. അങ്ങനെ നോക്കാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു ഡിസ്കഷനാണ്. അത് GCDയുടെ പ്രോപ്പർട്ടി പറയുമ്പോൾ നമ്മളത് വ്യക്തമാക്കും. എയുടെയും ബിയുടെയും GCD തന്നെയാണ് ബിയുടെയും R1ൻ്റെയും GCD, ബിയുടെയും R1ൻ്റെയും GCD തന്നെയാണ് R1ൻ്റെയും R2ൻ്റെയും GCD, R1ൻ്റെയും R2ൻ്റെയും GCD തന്നെയാണ് R2ൻ്റെയും R3യുടെയും GCD. അത് GCDയുടെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. അത് നമ്മൾ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അതാണ് ഇതിൻ്റെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഞാനിവിടെ ഈ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഈ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് GCD ഒന്ന് കണ്ടു നോക്കാം. നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെ നമുക്കൊന്ന് ചെയ്യാം. 28ഉം 6ഉം അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് കാണാം. ഓക്കെ, സോ ഹാവ് ദ പ്രോബ്ലം. കമ്പ്യൂട്ട് 28,6.
ഇങ്ങനെ ഈ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? GCD ഓഫ് 28 ആൻഡ് 6 എന്ന് വായിക്കണം. ടെക്സ്റ്റിലെ നൊട്ടേഷൻ ബ്രാക്കറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഇടുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പ് നമുക്ക് എന്തെഴുതാം? GCD ഓഫ് 28,6 എന്ന് എഴുതാം. ഓക്കെ, യൂസിങ് യൂക്ലിഡിയൻ അൽഗോരിതം. ഓക്കെ, യൂക്ലിഡിയൻ അൽഗോരിതം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? 28 6-ലെ സ്മോളർ നമ്പർ 6 ആണ്. അപ്പോൾ 6 കൊണ്ട് 28-നെ ഡിവൈഡ് ചെയ്യുക. സോ ബൈ യൂക്ലിഡിയൻ അൽഗോരിതം we have 28-നെ so we are applying യൂക്ലിഡിയൻ അൽഗോരിതം. സോ യൂക്ലിഡിയൻ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ബിഗർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആദ്യം. അപ്പോൾ 28-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോഷ്യൻ്റ് റിമൈൻഡർ ഫോർമാറ്റിൽ എഴുതുമ്പോൾ നമുക്കറിയാം 4 times 6 + 4 ആണ് അല്ലേ? 24 + 4. അപ്പോൾ ഇവിടെ ഈ 4 എന്നുള്ള റിമൈൻഡർ വന്നു. റിമൈൻഡർ 0 വരുന്നവരെ ഇത് കണ്ടിന്യൂ ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 6ഉം 4ഉം നോക്കുക. ഓക്കെ, ആദ്യത്തെ സ്മോളർ നമ്പർ 6 ആണ്. ഇപ്പോൾ കിട്ടിയ റിമൈൻഡർ 4 ആണ്. അപ്പോൾ ആ റിമൈൻഡർ കൊണ്ട് ഇവിടെയുള്ള 6-നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 6 = 1 times 4 + 2 അല്ലേ? ഇനി ഇപ്പോൾ വീണ്ടും നമുക്കിവിടെ റിമൈൻഡർ നോൺ നെഗറ്റീവ് റിമൈൻഡർ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും 4-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 4 = ഞാനിവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ എഴുതുന്നുണ്ട്. 4 = 2 times 2 + 0. ഓക്കെ, അപ്പോൾ നമ്മൾ 0-ൽ ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ യൂക്ലിഡിയൻ അൽഗോരിതം ഇവിടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ആൻഡ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് GCD ഓഫ് 28 and 6 അക്കോർഡിംഗ് ടു യൂക്ലിഡിയൻ അൽഗോരിതം ഇറ്റ് ഈസ് ദി ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ഓർ പോസിറ്റീവ് റിമൈൻഡർ. വാട്ട് ഈസ് ദാറ്റ്? 2. ഓക്കെ, ഗോട്ട് ഐഡിയ? അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. ഈ 28ഉം 6ഉം ഉപയോഗിച്ചുകൊണ്ട് 2-നെ നമുക്ക് എഴുതാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ലാസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഞാൻ പുറകിലോട്ട് പോവുകയാണ്. ഇവിടെ ഞാൻ ഇതിനെ നമ്പർ 1, ഇതിനെ നമ്പർ 2 എന്ന് കൊടുത്താൽ ഇതിനെ വേണമെങ്കിൽ നമ്പർ 3 എന്നും കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് 2 ആണല്ലോ ഇവിടുത്തെ GCD ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആ 2-നെ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രം 2 means from second equation we can write 2 = അതായത് സെക്കൻഡ് ഇക്വേഷനിൽ നമ്മുടെ GCD കിടക്കുന്ന ആ റിമൈൻഡർ പൊസിഷനിലാണല്ലോ GCD കിടക്കുന്നത് 2. ആ 2-നെ എങ്ങനെ എഴുതാം? 6 - 1 × 4 എന്ന് എഴുതാം. ഓക്കെ, 6 - 1 × 4 എന്ന് എഴുതാം. ഇനി ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിലെ ഏതിനെ മാറ്റി എഴുതാം? ഈ 4-നെ, അവിടുത്തെ റിമൈൻഡർ 4-നെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് 4 = 28 - 4 × 6 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 6 - 1 × ഈ 4-നെ നമ്മൾ എങ്ങനെ എഴുതി? യൂസിങ് ദ ഇക്വേഷൻ 1 ഐ എം റീറൈറ്റിംഗ് ദിസ് 4 ആസ് 28 - 4 × 6. ഓക്കെ, 28 - 4 × 6, റൈറ്റ്? ദിസ് ഈസ് യൂസിങ് ഇക്വേഷൻ 1, റൈറ്റ്? അപ്പോൾ ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു 6. ഞാൻ 6-നെയും 28-നെയും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. 6-നെയും 28-നെയും അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. സോ 6 - 1 × 28, ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 1 × 28, 1 times 28 എന്ന് തന്നെ ഞാൻ എഴുതുന്നു. 1 times 28 എന്ന് തന്നെ എഴുതുന്നു. ഞാൻ പ്രോഡക്റ്റ് ആൻസർ എഴുതുന്നില്ല. 1 × 28 എന്ന് തന്നെ ഞാൻ എഴുതുന്നു. ഓക്കെ, അതുപോലെ ഇവിടെ -1 × -4 times 6 എന്ന് പറയുമ്പോൾ +4 times 6 എന്ന് ഞാൻ എഴുതുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, 6 ഇവിടെ ഒരു 6 ഇവിടെ ഉണ്ട്, ഇവിടെ 4 times 6 ഉണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് 5 times 6 എന്ന് എഴുതാം. -1 times 28 എന്നും എഴുതാം. ദാറ്റ് ഈസ് ഐ ക്യാൻ റൈറ്റ് 2 = 5 × 6 - 1 × 28 ഇങ്ങനെ എഴുതാം എനിക്ക്. ഓക്കെ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് റൈറ്റിംഗ്? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് 2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ GCD ഓഫ് 6 and 28 അല്ലേ? GCD ഓഫ് 6 and 28 ആണ് നമ്മുടെ ഈ 2 എന്ന് പറയുന്ന ആൾ. അതിനെ ഇപ്പോൾ എങ്ങനെ എഴുതി? റൈറ്റ് സൈഡ് നോക്കൂ. ഇറ്റ് ഈസ് 5 times 6 - 1 times 28 എന്ന് എഴുതാം. ഈ റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ, ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ നമ്പേഴ്സ് 6 and 28. 6-ൻ്റെയും 28-ൻ്റെയും ഒരു ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് ആരെഴുതി? 2-നെ എഴുതി. 2 ആരാ? 6-ൻ്റെയും 28-ൻ്റെയും GCD. ഇതൊരു ജനറൽ പ്രോപ്പർട്ടിയാണ്. A, B എന്ന് പറയുന്ന രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ GCDയെ എല്ലായ്പ്പോഴും
എയുടെയും ബിയുടെയും ഒരു ഇൻറ്റിജർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതാം? യൂക്ലിഡിയൻ അൽഗോരിതത്തെ നമുക്ക് കിട്ടുന്ന സ്കീം ഓഫ് ഇക്വേഷൻസിനെ നേരെ അവസാനത്തിൽ നിന്ന് മുകളിലേക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രഷൻ കൂടെ കിട്ടും. ഇത് തിയറിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ഇതും കൂടെ നമ്മൾ മാസ്റ്റർ ചെയ്യണം. യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് ജി സി ഡി കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ ആ കിട്ടിയ ജി സി ഡിയെ ആ നമ്പറുകളുടെ ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്ന രീതി കൂടെ മാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇതിൻ്റെ തിയറിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. Next problem, using Euclidean algorithm express GCD of 4076 and 1024 as a linear combination of the numbers 4076 and 1024. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ ജി സി ഡി നമുക്ക് കണ്ടുപിടിക്കണം. ഒപ്പം തന്നെ ആ ജി സി ഡിയെ ഇവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ തുടങ്ങാം? ആദ്യത്തെ ബിഗർ നമ്പർ 4076 അതിന് 1024 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഡിവിഷൻ അൽഗോരിതം വഴി എഴുതണം അല്ലേ. സോ 4076 എത്ര 1024 ഉണ്ടാകും? 3 ടൈംസ് അല്ലേ. 4 ടൈംസ് എടുക്കുമ്പോൾ ഇത് വിട്ടു പോകുമല്ലോ. സോ 3 ടൈംസ് 1024 ഉണ്ടാവും. പ്ലസ് റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ 1004 എന്ന് വരും. ഓക്കെ, ഇതിനെ 1024 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് 3 ആണ്, റിമൈൻഡർ 1004 ആണ്. ഇനി എന്ത് ചെയ്യാം? 1024നെ 1004 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ കിട്ടിയ റിമൈൻഡർ കൊണ്ട് ഇവിടുത്തെ ഡിവൈസറിനെ ഡിവൈഡ് ചെയ്യുക. അതായത് 1024 ഹൗ മെനി ടൈംസ് 1004? 1 ടൈംസ്. 1 ടൈംസ് 1004 പ്ലസ് എത്ര റിമൈൻഡർ വരും? 20 അല്ലേ, 20. ഓക്കെ, ഇനി അപ്പോൾ റിമൈൻഡർ വീണ്ടും പോസിറ്റീവ് റിമൈൻഡർ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ 1004നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 1004 ഈക്വൽ ടു ഹൗ മെനി 20s? നമുക്കറിയാം 50 ടൈംസ് 20 എടുത്താൽ 1000ലേക്ക് എത്തും. സോ 50 ടൈംസ് 20 പ്ലസ് ഒരു 4 കൂടെ വരും അല്ലേ. അപ്പോൾ ഇവിടെ വീണ്ടും നോൺ സീറോ റിമൈൻഡറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 20 ഈക്വൽ ടു 5 ടൈംസ് 4 പ്ലസ് 0 കഴിഞ്ഞു. 5 × 4 20. അപ്പോൾ ഏതാണ് ജി സി ഡി എന്ന് പറയുന്നത്? ഈ 4 ആണ് ജി സി ഡി. ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആണ് ജി സി ഡി ആയിട്ട് വരിക. സോ ദെയർഫോർ ജി സി ഡി ഈക്വൽ ടു 4. ജി സി ഡി ഓഫ് ഏതാണ് നമ്പേഴ്സ്? 4076, 1024. ജി സി ഡി എന്ന് വേണമെങ്കിൽ ഇവിടെ എഴുതാം, അതല്ലെങ്കിൽ ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ടാലും മതി. ഈക്വൽ ടു എത്രയാണ്? 4. ഓക്കെ, അപ്പോൾ ജി സി ഡി നമുക്ക് കിട്ടി. ഇനി എന്തുകൂടെ ചെയ്യണം? നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുകൂടെ വേണം. അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻസിൻ്റെ പേര് കൊടുക്കാം. ദിസ് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? തേർഡ് ഇക്വേഷൻ, നാലാമത്തെ ഇക്വേഷൻ നോക്കണമെന്നില്ല. തേർഡ് ഇക്വേഷൻ മുതൽ മുകളിലോട്ട് റീഡ് ചെയ്യാം. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് 4 എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ജി സി ഡി. ആ ജി സി ഡിയെ നമുക്ക് എങ്ങനെ എഴുതാം? സോ ഫ്രം തേർഡ് ഇക്വേഷൻ, from 3 we get 4 equal to, എങ്ങനെ എഴുതാം? 4 equal to 1004 minus 50 times 20 എന്ന് എഴുതാം അല്ലേ. നോക്കൂ, 1004 minus 50 times 20. ഇനി അതിൽ ഈ 20യെ നമുക്ക് മാറ്റാം. 20യെ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചുകൊണ്ട് എങ്ങനെ മാറ്റാം? സോ ദാറ്റ് ഈസ് അഗെയിൻ ദിസ് ഇസ് ഈക്വൽ ടു 1004 മൈനസ് 50 ടൈംസ്, അവിടെ 20 ആണ് അടുത്ത ഇക്വേഷനിലെ റിമൈൻഡർ പൊസിഷനിൽ വരുന്നത്. അപ്പോൾ അത് വെച്ച് മാറ്റിയാൽ, സെക്കൻഡ് ഇക്വേഷൻ വെച്ച് മാറ്റിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1024 മൈനസ് 1 ടൈംസ് 1004 എന്ന് എഴുതാം. ഓക്കെ, 1 ടൈംസ് 1004. ദിസ് ഇസ് ബൈ യൂസിങ് ഇക്വേഷൻ 2. ഓക്കെ, ഇതിൻ്റെ ബ്രാക്കറ്റൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. 1004 മൈനസ് 50 ടൈംസ് 1024 മൈനസ് 50 ഇൻറ്റു -1 ദാറ്റ് ഈസ് പ്ലസ് 50 ടൈംസ് 1004. ഇവിടെ ഈ പ്രോഡക്റ്റ് എടുത്ത് ആ വാല്യൂ അല്ല നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആരെ കൂടെ മാറ്റാം? ഇവിടെ ഈ 1004 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഇക്വേഷനിലെ റിമൈൻഡർ. അപ്പോൾ അതിനെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് എഴുതാം. 1004 മൈനസ് 1004നെയാണ് നമ്മൾ മാറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കൂ, നമുക്ക് ഒരു സിംപ്ലിഫിക്കേഷൻ കൂടെ നടത്താമല്ലോ. ഇവിടെ 1004 ഉണ്ട്, ഇവിടെ 50 ടൈംസ് 1004 ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ 51 ടൈംസ് 1004 എന്ന് നമുക്ക് എഴുതാം. മൈനസ് 50 ടൈംസ് 1024.
ഓക്കെ. ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ 1004 ആണ് റിമൈൻഡർ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് 1004നെ റീറൈറ്റ് ചെയ്യാം. സോ we can substitute the expression for 1004, that is the remainder, in the equation 1. So that is equal to 51 times 1004 എങ്ങനെ എഴുതാം? 4076 minus 3 times 1024. This is the expression for this 1004, that is the remainder in equation 1, minus 50 times 1024. This is by using equation 1. Okay, by using equation 1. ഇനി ഇവിടെ ബ്രാക്കറ്റൊക്കെ ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നോക്കൂ, 4076 ആൻഡ് 1024 മാത്രം വന്നു അവിടെ, പിന്നെ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ അത് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. സോ 4076 ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. സോ 51 ടൈംസ് 4076 മൈനസ് 3 ഇൻറ്റു 51 എന്ന് പറയുമ്പോൾ 153 വരും. 153 ഇൻറ്റു 50 that is 203 അല്ലേ? സോ മൈനസ് 203 ടൈംസ് 1024. okay, so this is the required linear combination, that is 51, that is GCD of 1004 comma ഏതൊക്കെ നമ്പേഴ്സ് ആയിരുന്നു? സോറി, 4076 ആൻഡ് 4076 comma 1024, okay, is equal to 51 times 4076 plus negative 203 times 1024. അപ്പോൾ ജി സി ഡി എ, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ജി സി ഡി എ അവരുടെ ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതാനും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് ജി സി ഡി കണ്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ ആ കിട്ടിയ ജി സി ഡി എ ആ രണ്ട് നമ്പേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട്, കോഎഫിഷ്യൻസ് ഇൻറ്റിജേഴ്സ് ആയിട്ടുള്ള ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൂടെ നമുക്ക് മാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ ഓക്കെ ഒരു 8 പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. യൂസിങ് ദ യൂക്ലിഡിയൻ അൽഗോരിതം ഫൈൻഡ് ദ ജി സി ഡി ഓഫ് ദി ഗിവൺ ഇൻറ്റിജേഴ്സ് ആൻഡ് ഓൾസോ എക്സ്പ്രസ് ദ ജി സി ഡി ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി ഗിവൺ നമ്പേഴ്സ്. നമ്മളിപ്പോൾ ചെയ്ത അതുപോലെ തന്നെ ഈ എല്ലാ പ്രോബ്ലവും ചെയ്യുക. ഓക്കെ, യൂക്ലിഡിയൻ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് ജി സി ഡി കണ്ടുപിടിക്കുക. ആ ജി സി ഡിയെ തന്നിരിക്കുന്ന പെയർ ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ ഇൻറ്റിജർ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ പ്രോബ്ലം ട്രൈ ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു.